आबाहुपुरुषाकारं शङ्खं चक्रासिधारिणं सहस्रशीर्षं श्वेतवर्णं नमामि पतञ्जलि। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। योगेन चित्तस्य पदेन वाचा अलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि। ॐ गुरुभ्यो നമുക്കിന്ന് ചിന്തിക്കേണ്ട വിഷയം വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിലേക്ക് നമുക്ക് അനായാസമായിട്ട് ഇറങ്ങിപ്പോവുക കുറച്ച് പ്രയാസമാണ്. നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സൃഷ്ടിയെ കുറിച്ചിട്ടാണ്. സൃഷ്ടിയുടെ ശാസ്ത്രം, സാഖ്യ ഫിലോസഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാഖ്യ ഫിലോസഫിയുടെ ഒരു പൂർണ്ണ രൂപമൊന്നും നമുക്കിവിടെ ചിന്തിക്കാൻ സാധിക്കില്ല. സാഖ്യ മതപ്രകാരം, സാഖ്യശാസ്ത്രപ്രകാരം സൃഷ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു തത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. ഈ ലോകത്തില് ലക്ഷോപലക്ഷം ചരാചരങ്ങൾ നിലനിൽക്കുന്നു. നമ്മളും അതേപോലെ തന്നെ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടായതെന്നോ, എവിടെ നിന്നാണ് ഉണ്ടായതെന്നോ, എങ്ങോട്ടാണ് പോകുന്നതെന്നോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നൊന്നും നമുക്കൊരു വ്യക്തമായ ധാരണയൊന്നുമില്ല. നമ്മളുണ്ടായി, നമ്മൾ ജീവിക്കുന്നു. ജീവിത കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നു, മരണത്തോടുകൂടി അവസാനിക്കുന്നു. അതിനപ്പുറത്തോ ഇപ്പുറത്തോ, അതിന് മുമ്പോ പിമ്പോ നമുക്കറിയില്ല. പക്ഷെ ആ ജീവിത കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് സാമാന്യമായ ധാരണയുണ്ട്. ഞാൻ ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം ഞാൻ ജനിച്ചു, ഇന്നിപ്പോ എനിക്ക് ഇത്ര വർഷം ഞാൻ ജനിച്ചിട്ട് പിന്നിട്ടിരിക്കുന്നു, ഇത്രയും കാലത്ത് എന്റെ ജീവിത കാലയളവിൽ ഞാൻ കടന്നുപോയത് ഇന്ന മാർഗങ്ങളിൽ കൂടിയാണ്. ഇത് മാത്രമാണ് നമുക്ക് അറിവുള്ള ഒരു കാര്യം. അതിനപ്പുറത്ത് നമുക്ക് ഈ ശാസ്ത്രത്തെ ഒന്നും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു ആധ്യാത്മികതയുള്ളവരായിരിക്കും. കാരണം ആധ്യാത്മികമായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കാണ് ആ വിഷയത്തിൽ കുറച്ചൊന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഈ വിഷയങ്ങൾ കടന്നു വരുന്നത് അവരുടെ ഉള്ളിൽ ആധ്യാത്മികത ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. നമുക്കിന്ന് ആ വിഷയത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഈ വിഷയം മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, അത്ര വിശദമായ ഒരു ഭാഗത്തേക്കും പോകുന്നില്ല. സാമാന്യമായ പിക്ചർ എന്താണ് ഇതിനെ കുറിച്ച് എന്ന് മാത്രമാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് മണിക്കൂറുകളോളം ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഒരു വീണ്ടും വീണ്ടും സംശയങ്ങൾ അവശേഷിക്കുന്ന വിഷയമാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുക. പരമാവധി ഇതിനെ ലളിതമാക്കി പറയാൻ പറ്റുന്ന രീതിയിൽ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു യോഗ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം എങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്, എന്താണ് അതിന്റെ പരിണാമ പ്രക്രിയകൾ, എന്താണ് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിനെ ശരിയാക്കാനും സാധിക്കാനുള്ളതാണ്. ഈ ശരീരത്തെ നമ്മൾ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ സൃഷ്ടി ഈ ശരീരം തന്നെയാണ്. ഇതിനെ ശരിയാക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമുക്ക് സാമാന്യമായ അറിവ് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാമാന്യമായ തത്വം. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ചിട്ട് പരിണാമത്തെ കുറിച്ചിട്ട് ആദ്യം പ്രതിപാദിച്ചത് ചാൾസ് ഡാർവിനാണ്. പരിണാമ സിദ്ധാന്തം നമ്മൾ പറയുന്നത്, സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ അതിനെ പരിണാമ സിദ്ധാന്തത്തിലാണ് അറിയപ്പെടുന്നത്. പരിണാമ സിദ്ധാന്തം എന്നാണ് ഈ പ്രകൃതി എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് എന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തത്തിൽ കൂടി അങ്ങനെ പ്രതിപാദിക്കുന്ന വിഷയമായിട്ട് നമുക്ക് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ കാണാൻ, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഡാർവിന്റെ തിയറിയാണ്. കുരങ്ങ് പരിണമിച്ചാണ് ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഡാർവിൻ തിയറി. അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന നിരവധി വാദങ്ങൾ നിലവിലുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഒരു പ്രധാന വിഷയമല്ല. എന്തായാലും ഈ പരിണാമ സിദ്ധാന്തത്തിലെ അടിസ്ഥാന പ്രമാണമായിട്ട് ഇന്നും ഉള്ളത് നമുക്ക് ഡാർവിൻ തിയറിയാണ് എന്ന് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്
സൃഷ്ടിയുടെ ശാസ്ത്രത്തെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി ഡാർവിൻ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പൗരാണിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വേദങ്ങളിലെല്ലാം സൃഷ്ടിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ദർശനങ്ങളിൽ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം നമുക്ക് സൃഷ്ടിയുടെ ശാസ്ത്രത്തെ കുറിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭാരതീയ ചിന്താധാര അനുസരിച്ച് സൃഷ്ടിക്ക് തന്നെ ഒരു ഈശ്വരനുണ്ട്, ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ഈശ്വരനാണ് എന്നാണ്. അപ്പൊ ബ്രഹ്മാവിന് അറിയാം സൃഷ്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സൃഷ്ടി നടന്നിരിക്കുന്നത് എന്ന് അറിയുന്ന ആള് ബ്രഹ്മദേവനാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ സൃഷ്ടിയെ കുറിച്ച് ശരിക്കറിയാവുന്ന ഒരു ദേവൻ ഭാരതീയ സങ്കല്പമാണ് കേട്ടോ, ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ഉണ്ട്. അപ്പോ ഈ സൃഷ്ടിയുടെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചിട്ട് ഈ ദേവനിൽ നിന്നാണ് ഈ അറിവ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന നിലയ്ക്ക് നമുക്ക് ഭാഗവതത്തിൽ ഇത് കാണാം. ഭാഗവതത്തിൽ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഗവതം, ഇപ്പോഴുണ്ടായതല്ല. ഈ ഡാർവിൻ തിയറിയൊക്കെ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണ് ഭാഗവതം. അതിനു മുമ്പാണ് വേദങ്ങളുടെ ഉപനിഷത്തിന്റെയും കാലഘട്ടം. ഞാൻ അത്രയും പോകുന്നില്ല, കുറച്ചുകൂടി താഴേക്ക് വരികയാണ്. അതിന്റെയൊക്കെ കാലങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട മനുഷ്യൻ എന്താ പറയുക, തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോവുകയും സമയക്കുറവുണ്ടാവുകയും ആശയത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ വേദ ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ കുറച്ചുകൂടി സാധാരണക്കാരന് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമാക്കി വ്യാഖ്യാനിച്ചതാണ് എന്താ പുരാണ ഇതിഹാസങ്ങളെല്ലാം. അതില് ഭാഗവതം ഒരു പുരാണമാണ്. 18 പുരാണങ്ങളിലെ ഒരു പുരാണമാണ് ഭാഗവത പുരാണം. ആ ഭാഗവത പുരാണത്തിൽ സൃഷ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു നല്ല വർണ്ണന നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട്. നീ എങ്ങനെയാണ് ഈ ഭാഗവതം എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു അനിവാര്യ ഘടകമാണ്. അപ്പൊ ഭാഗവതത്തെ കുറിച്ചിട്ട് പറയുന്നത് വ്യാസനാണ് ഭാഗവതം എഴുതിയത്. വ്യാസനാണ് വേദങ്ങൾ പകുത്ത ആള്, വ്യാസനാണ്. പുരാണങ്ങളുടെയും അധിപൻ വ്യാസൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യാസൻ തന്നെയാണ് ഈ ഭാഗവതവും എഴുതി. ഇതിനിടയ്ക്ക് വ്യാസൻ എന്നുള്ള ഒരാളാണോ അതോ മറ്റെന്തെങ്കിലും ആണോ, ഒരു ഡെസിഗ്നേഷൻ ആണോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെല്ലാം നമുക്ക് വിസ്മരിക്കേണ്ടായിരുന്നു. ഒരു തർക്ക വിഷയമല്ലാത്തതുകൊണ്ട് നമുക്ക് തർക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ആശയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകും, വിഷയത്തിന്റെ ഉള്ളിലേക്ക്. അപ്പോ വ്യാസൻ ഇങ്ങനെ ദുഃഖിതനായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ഒരിക്കൽ നാരദ മഹർഷി വ്യാസനോട് എന്താണ് അങ്ങയുടെ ദുഃഖ കാരണം, എന്താണ് അങ്ങക്ക് പറ്റിയ, അങ്ങക്ക് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടായിട്ടാണ്. അപ്പൊ നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനി എന്നാണ് നാരദന്റെ മറ്റൊരു അർത്ഥം. ജ്ഞാനി, ത്രിലോകജ്ഞാനമുള്ളവൻ. ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് നടക്കുന്നത്, മുമ്പ് എന്താണ് നടന്നത്, നാളെ എന്താണ് നടക്കാൻ പോകുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിവുള്ള ആളാണ് നാരദൻ. അതുകൊണ്ടാണ് നാരദനെ പലരും മറ്റ് പല കാര്യങ്ങൾക്കാണ് ഈ അറിവ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് നാളെ ദോഷം സംഭവിച്ചാൽ ആ ദോഷം സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല നന്മകളും ചെയ്യാറില്ല. പല നന്മകളെയും കുരുട്ടുബുദ്ധി എന്നാണ് സാധാരണക്കാരൻ വ്യാഖ്യാനം. സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, സങ്കുചിത ചിന്താവികാരൻ, അല്ലെങ്കിൽ ശരിയായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കുറെ ആൾക്കാർ അയാളെ ഈ സങ്കുചിത മനസ്കനായിട്ടാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാസ്ത്രങ്ങൾ നോക്കുമ്പോൾ നാരദ മഹർഷി ജ്ഞാനത്തിന്റെ ആളാണ്, ബ്രഹ്മദേവന്റെ പുത്രനുമാണ്, ജ്ഞാനത്തിന്റെ അധിപതിയുമാണ്. അപ്പൊ ത്രികാലജ്ഞാനിയാണ് നാരദൻ എന്നർത്ഥം. ത്രികാലജ്ഞാനി, ത്രികാലങ്ങളിൽ 3 ഭൂതം, ഭാവി, വർത്തമാനം, ഇതിനെക്കുറിച്ച് 3 കുറിച്ച് ധാരണയുള്ള ആളാണ് നാരദൻ. അപ്പൊ ഈ നാരദനെ കണ്ട സമയത്ത് വ്യാസൻ ഇതേപോലെ തനിക്ക് എന്തോ ഒരു അപൂർണത എനിക്ക് നിലനിൽക്കുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ എഴുതുകയും പഠിപ്പിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ട ജ്ഞാനങ്ങളൊക്കെ പ്രദാനം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ഇനിയും എന്തോ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് ഭഗവാന് തോന്നുകയാണ്. അത് നാരദരോട് അദ്ദേഹം പങ്കുവയ്ക്കും. നാരദ മഹർഷി പറയുകയാണ്, ശരിയാണ്, അങ്ങ് പലതിനെ കുറിച്ചിട്ടും വളരെ ഗഹനമായി ചിന്തിക്കുകയും പറയുകയും അങ്ങയുടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയും അതിലൂടെ അത് അങ്ങ് സമൂഹത്തിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ജ്ഞാനികളിൽ ജിജ്ഞാസുക്കളിലേക്ക് അത് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അങ്ങ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഈശ്വരനെ കുറിച്ചിട്ട് എഴുതിയിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഈ നാരദര് വ്യാസ മഹർഷിയോട് പറയുകയാണ്. അങ്ങ് ഈശ്വരനെ കുറിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിച്ചിട്ട് മാത്രമാണ് ഒന്നും എഴുതാത്തത്. ബാക്കിയെല്ലാം എഴുതി കഴിച്ചു. ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ആരാധ്യ ദേവനായിട്ടുള്ള ഈശ്വരനെ കുറിച്ചിട്ട്
മഹാവിഷ്ണുവിനെ കുറിച്ച് അങ്ങ് ഒന്നും എഴുതിയിട്ടില്ല എന്നൊരർത്ഥത്തിൽ അദ്ദേഹം വ്യാസനോട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം തനിക്ക് തന്റെ പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ നൽകിയ ഈ സൃഷ്ടിയുടെ ശാസ്ത്രം എന്താണ് എന്ന് ഭഗവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താണ് സൃഷ്ടി എന്നുള്ളതിനെ കുറിച്ച് ആ സൃഷ്ടിയുടെ ദേവനായിട്ടുള്ള ബ്രഹ്മദേവൻ തനിക്ക് നൽകിയ ആ സന്ദേശം എന്താണ്, ആ അറിവ് അദ്ദേഹം ഈ വ്യാസ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നത്. വ്യാസ ഭഗവാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാണ്, എനിക്ക് ഇതാണ് എന്റെ കുറവ്, ഞാൻ ഈ ഈശ്വര തത്വത്തെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിച്ചിട്ട് ആണ് എഴുതുവാനുള്ളത്, അതാണ് ഒരു പക്ഷേ എന്റെ ഈ ദുഃഖത്തിന്റെ കാരണം എന്നതിൽ ഭഗവാനെ കുറിച്ചിട്ട് എഴുതുക, ഭഗവാനെ കുറിച്ച് എഴുതുക എന്നുള്ള നിലയിലാണ് ഭാഗവതം. ഭഗവാന്റെ എന്താ പറയുക കഥയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കീർത്തിക്കുന്നതാണ് എന്റെ ഭാഗവത പുരാണം ആയിട്ട് രൂപം. ഈ ഭാഗവതം അപ്പോ ഞാൻ പറഞ്ഞു, ബ്രഹ്മദേവൻ തന്റെ പുത്രനായ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവിനെ നാരദൻ വ്യാസൻ ഉപദേശിച്ചതായിട്ടാണ് എന്ത് ഭാഗവതം പറയുന്നത്. അത് എഴുതുന്ന ആള് ഗണപതിയാണ്, ഗണപതി ഭഗവാനാണ് ഭാഗവതം എഴുതുന്ന ആള്, പറഞ്ഞു കൊടുക്കുന്ന ആള് വ്യാസൻ, എഴുതുന്ന ആള് അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇത് പറഞ്ഞു കൊടുത്തത് സൃഷ്ടിയുടെ അധിപനായിട്ടുള്ള ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്ത അറിവ് ആണ് ഭാഗവതമായിട്ട് വ്യാസൻ രചിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സൃഷ്ടിയെ കുറിച്ചിട്ട് ഉള്ള കൃത്യമായ ഒരു വിവരം നമുക്ക് ഈ രീതിയിലൂടെ കാണാം. ഇങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ശാസ്ത്രത്തെ, അതിന്റെ കഥകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പൊ ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗവതത്തിൽ ദശാവതാരങ്ങളെ കുറിച്ചിട്ടാണ്, 10 അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഭാഗവതം ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ 10 അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇങ്ങനെ 10 അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഭാഗവത പുരാണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി. ഇനി 10 അവതാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവതാരം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവതരിക്കുക ഭൂമിയിൽ അവതരിക്കുക വെച്ചാൽ ഭൂമിയിൽ ജന്മം കൊള്ളുക എന്നാണ് അർത്ഥം. ഭൂമിയിൽ ജന്മം കൊള്ളുക. 10 അവതാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചു, ജനിച്ചു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സകല ചരാചരങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു ഒറ്റ അർത്ഥത്തിൽ, ഇല്ലേ? സകല ചരാചരങ്ങളും ആരുടെ സൃഷ്ടിയാണ്? ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഭഗവാൻ 10 അവതാരങ്ങൾ കൈകൊണ്ടു. ആ 10 അവതാരങ്ങളുടെ ഭാഗമാണ്, ആ 10 അവതാരങ്ങളിലാണ് ഏത് ഈ സകല ചരാചരങ്ങളും ഉള്ളത് എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, ഈശ്വര സൃഷ്ടിയാണ് ഈ കാണായതെല്ലാം എന്നുള്ളതാണ് അതിന്റെ ഒരർത്ഥം. അതിനിപ്പോ ക്രിസ്തു മതവിശ്വാസം അനുസരിച്ചോ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചോ ഹിന്ദു, ബുദ്ധ, ജൈന, ബുദ്ധ, ചാർവാക സിദ്ധാന്തം അനുസരിച്ചൊക്കെ നോക്കിയാൽ നമുക്ക് സിദ്ധാന്തങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം ജൈന, ചാർവാക, അതേപോലെ തന്നെ ബുദ്ധ സിദ്ധാന്തങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അത് നാസ്തിക ദർശനമാണ് അവിടെയുള്ളത്. നാസ്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദത്തെ അംഗീകരിക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരനെ കുറിച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം. ഈശ്വരനെ വിശ്വസിക്കാത്തതല്ല, വേദത്തെ വിശ്വസിക്കുക. അപ്പൊ അവിടെ ആ ഈശ്വര സങ്കല്പത്തിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ നാസ്തിക ദർശനങ്ങളിൽ കാണാം. നാസ്തിക ദർശനങ്ങളിൽ ഈ വേദവും ഈശ്വരനുമായ ബന്ധങ്ങളൊക്കെ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്തായാലും ഓരോരുത്തരും അവരവരുടെ രീതിയിൽ സൃഷ്ടിയുടെ ശാസ്ത്രത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഓരോ ആചാര്യന്മാരും കാലാകാലങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഈ ഇസ്ലാം മത അല്ലെ ക്രിസ്ത്യൻ, ഹിന്ദു ചിന്താധാരയിലേക്ക് വരുമ്പോൾ അതിന് പറയുന്നത് സകലതിന്റെയും അധിപൻ ഈശ്വരനാണ് എന്ന് തന്നെയാണ്. ഈശ്വരനാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ആക്ഷേപമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? അത് ഈശ്വരനാണ് എന്നുള്ളതാണ്. ഇനി അതിന്റെ ഉള്ളിലേക്ക് പോയാൽ ഇനി വേറെ വേറെ അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് അതുകൊണ്ട് ആ ഭാഗം വിടാം. പക്ഷെ ഈശ്വരനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈശ്വരൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം. അല്ലാത്ത കാര്യങ്ങളിൽ ഈശ്വരനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം. ഇവിടെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഭാഗവത ദർശനത്തിലേക്ക് വരുമ്പോൾ 10 അവതാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇങ്ങനെ തുടങ്ങി 10 അവതാരങ്ങളാണ്. ഇനി ഈ 10 അവതാരങ്ങളെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിയുടെ തുടക്കം മുതലുള്ള മാറ്റം പരിണാമമായിട്ട് ഈ മത്സ്യത്തിൽ തുടങ്ങിയിട്ട് പരിണമിച്ച് ധാർമ്മികനായ മനുഷ്യനിലേക്കും
അതേപോലെ തന്നെ അധപ്പതിച്ച മനുഷ്യരിലേക്ക് എത്തിത്തീരുന്ന അവസ്ഥ വരെയുള്ള വർണ്ണന നമുക്ക് ഇതിലൂടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഭാഗവത വായിച്ചാൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇവിടെ അത്ര വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പറയാനും പോകുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന മത്സ്യം ആണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ ജലത്തിലാണ് സൃഷ്ടി ഉണ്ടായത് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്നത്തെ ശാസ്ത്രവും പറയുന്നത് സൃഷ്ടി ജലത്തിലാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് പറയുന്നത്. ജലത്തിലാണ് സൃഷ്ടി നടക്കുന്നത് എന്നുള്ള ഒരു സിദ്ധാന്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോ ആദ്യത്തെ സൃഷ്ടി ജലത്തിലാണ്, അത് മത്സ്യമാണ് എന്നുള്ളതാണ്. മത്സ്യം ജലത്തിൽ മാത്രം ജീവിക്കുവാൻ കഴിയുന്ന ഒരു ജീവി. ജലത്തിലാണ് ആദ്യ സൃഷ്ടി നടക്കുന്നത് എന്നുള്ളതാണ് മത്സ്യം എന്നുള്ളതിൽ കൂടി ഇവിടെ അർത്ഥമാക്കുന്ന ഒരു കാര്യം. ആദ്യത്തെ സൃഷ്ടി, ലോകത്തെ ആദ്യത്തെ സൃഷ്ടി നടക്കുന്നത് മത്സ്യത്തിലാണ്, മത്സ്യമായിട്ടാണ്, അല്ലെങ്കിൽ ജലത്തിലാണെന്നത്. മത്സ്യത്തിലാണെന്നല്ല, ജലത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടി നടക്കുന്നത് ജലത്തിലാണ് എന്നുള്ളതാണ്. അതിനെ ആ ജലത്തിലെ ജീവി, ജലജീവി എന്നുള്ള മത്സ്യം എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മത്സ്യമാണ് ആദ്യ ജീവിയായിട്ട് പറയുന്നത്. ഇവിടെ ജലത്തിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജലത്തിൽ ഉണ്ടായത് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ എടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് കൂലങ്കഷായമായിട്ട് ചിന്തിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നു. സൃഷ്ടി ജലത്തിലാണ് നടന്നിരിക്കുന്നത് ഒരു സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നു ഭാഗവതത്തിൽ. മത്സ്യം, കാരണം മത്സ്യം ജലത്തിലല്ലാതെ കരയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയല്ല. രണ്ടാമത് പറയുന്നു, ആ മത്സ്യത്തിന് പിന്നീട് പരിണാമം ഉണ്ടാകുന്നു. പരിണാമം ഉണ്ടായിട്ട് അത് പൂർണ്ണം ആമയായിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജീവിയിൽ നിന്ന് ആദ്യം ജലത്തിൽ ജീവി ഉണ്ടാകുന്നു. ആ ജലത്തിൽ നിന്ന് ജലത്തിലും കരയിലും, അതായത് ജലത്തിലും ഭൂമിയിലും ജലത്തിലും ഒരേപോലെ തന്നെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാവുന്ന രണ്ടാമത്തെ ജീവിയുടെ രൂപം ഉണ്ടായി, പരിണാമം ഉണ്ടായി. ജലത്തിൽ നിന്ന് കരയിലേക്ക്, അതാണ് പൂർണ്ണം. ആമ നമുക്കറിയാം, അതിന് കരയിലും ജീവിക്കാൻ കഴിയും ഒരേ സമയത്ത്, അതിന് ജലത്തിലും ജീവിക്കാൻ കഴിയും ഒരേ സമയം. ഈ രണ്ടിടത്തും ഒരുപോലെ ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്ത്? ആമ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പരിണാമം അതാണ്. അപ്പൊ ജലത്തിൽ നിന്ന് കരയിലേക്ക് കടന്നു, അടുത്ത അതിന്റെ പരിണാമത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഭാഗവതം പറയും. അങ്ങനെ ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവി കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് പരിണമിക്കുകയും പിന്നീട് അതെന്താണ്? വരാഹം എന്നുള്ള അർത്ഥത്തിൽ കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവി. പക്ഷെ കരയിൽ മാത്രമാണ്, പക്ഷെ എവിടെയാ? ചെളിയിലാണ്. അതിന് വെള്ളത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്, പക്ഷെ ജലത്തിലല്ല. പക്ഷെ എന്താണ്? ജലസാന്നിധ്യം ഉള്ളിടത്താണ് അത് കൂടുതലായിട്ട് കഴിയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഈ അഴുകിയ വെള്ളമോ അല്ലെങ്കിൽ ചീത്ത സാധനങ്ങളോ അങ്ങനെ, അല്ലെങ്കിൽ തണുത്ത പ്രതലങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമുക്ക് ഈ വരാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് വരാഹം എന്ന് പറയുന്നത്. അപ്പോ കൂർമ്മത്തിൽ നിന്ന് തൊട്ട് അടുത്ത ഗ്രേഡ് എന്താണ്? ആദ്യം വെള്ളത്തിൽ, പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന, അതിനുശേഷം കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന, എന്നാൽ ജലസാന്നിധ്യം ആവശ്യമുള്ളത് അല്ലെങ്കിൽ ജലസാന്നിധ്യം ഇഷ്ടപ്പെടുന്നത് ആയിട്ടുള്ള അതിന്റെ തൊട്ടടുത്ത ദിശയിലുള്ള പരിണാമം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു വരാഹാവതാരം. അത് കഴിയുമ്പോഴത്തേന് നരസിംഹാവതാരം. വരാഹത്തിൽ നിന്ന് നരസിംഹത്തിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും മൃഗവും ചേർന്ന സ്വരൂപത്തിലേക്ക് വരും. ഇതാണ് നരസിംഹാവതാരം എന്ന് പറയുന്നത്. ശിരസ് നോക്കുന്ന സമയത്ത് സിംഹത്തിന്റെയും ഉടൽ നോക്കുന്ന സമയത്ത് മനുഷ്യന്റെയും, അങ്ങനെ മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയോടും കൂടിയത് ആയിട്ടാണ് നരസിംഹത്തെ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ്? ഈ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തിന്റെ അല്ലെങ്കിൽ പരിണാമത്തിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെയാണ് ഡാർവിന്റെ തിയറി ആരംഭിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഡാർവിൻ തിയറി കുരങ്ങിൽ നിന്ന് രൂപാന്തരം എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് ഡാർവിൻ പറയുന്നത്. അതേ സമയത്ത് ഇവിടെ നരസിംഹം എന്നുള്ള നിലയ്ക്ക് എന്താണ്? ഈ കൂർമ്മത്തിൽ, പിന്നെ വരാഹത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്വരൂപം എന്നുള്ള നിലയിലേക്ക് നമുക്ക് പരിണാമത്തിന്റെ തൊട്ടടുത്ത ഘട്ടത്തിൽ നരസിംഹാവതാരം എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെയും മൃഗത്തിന്റെയും കൂടി ചേർന്ന സ്വരൂപം. ഇന്ന് ആ രൂപമാണ് നമുക്കിപ്പോ ഈ മൃഗങ്ങളുടെ കൂട്ടത്തില് നമ്മുടെ ചില മൃഗങ്ങളുടെ ചില വർഗങ്ങളെ നോക്കുമ്പോൾ മനുഷ്യനെ പോലെ തന്നെയുള്ള എന്നാൽ ജന്തുവായിട്ടുള്ള എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ആ സ്വരൂപമാണ് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിയും. കാരണം ഇത് എഴുതപ്പെട്ട വർഷം നമ്മൾ ആലോചിക്കും, ഈ കാലഘട്ടത്തിലൊന്നും എഴുതിയല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നരസിംഹം എന്ന് പറയുന്ന ഒരു അവതാരം വെച്ച് കഴിഞ്ഞാൽ ഈ വരാഹത്തിന് ശേഷമുള്ള തൊട്ടടുത്ത പരിണാമത്തിന്റെ ദിശ പറയുന്നത് നരസിംഹമാണ്. പക്ഷെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും സാമ്യമുള്ളത് അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നത് എന്നുള്ള ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മനുഷ്യ അവതാരമാണ്. എന്താണ്? വാമനൻ മനുഷ്യനായിട്ട് അവതരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർണനായ മനുഷ്യൻ. ഇവിടെ മനുഷ്യനാണെങ്കിലും എന്തല്ല, പൂർണ്ണതയില്ല. കാരണം എന്താ? വാമനൻ കുരുടനാണ്. കുരുടനല്ല കുള്ളൻ. കുരുടനല്ല കുള്ളനാണ്. കുള്ളനായ ഒരു മനുഷ്യൻ അവതരിക്കുന്നു.
ആര്? വാമനാവതാരം. കാരണം വളരെ ചെറിയ ഒരാളാണ്, അധികം പൊക്കമൊന്നുമില്ലാത്ത ഓലക്കൊടിയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ വാമനനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോ മനുഷ്യന്റെ ആദിമ രൂപമാണ് ആര് എന്ന് പറയുന്നത്? വാമനൻ എന്ന് പറയുന്നത്. ഇനി വാമനനെ തന്നെ നോക്കിയാൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. എത്രയും ചെറുതാകാൻ കഴിയുന്നവനും എത്രയും വലുതാകാൻ കഴിയുന്നവനും എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഇവിടെ വാമനുണ്ട്. കാരണം വാമൻ അങ്ങനെയാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഏറ്റവും വലിയ ഈ ലോകങ്ങളും അളക്കുവാൻ കഴിയുന്ന അത്ര വലിയ ആളായിട്ട് മാറിയ നമുക്ക് ഈ രൂപത്തെ കാണാൻ പറ്റും. അതൊക്കെ അവിടെ നിന്നുകൊണ്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. എന്തായാലും നമുക്ക് അപൂർണനായ മനുഷ്യൻ, പൂർണ്ണത എത്താത്ത കുള്ളനായ ഒരു മനുഷ്യൻ, അതായത് തൊട്ടടുത്ത പരിണാമം ആ ദിശയിലേക്കാണ് വരുന്നത്. അതാണ് എന്താ നമുക്ക് വാമന അവതാരമായിട്ട് കാണാൻ. വാമന അവതാരം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അവതാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യന്റെ പൂർണ്ണ രൂപമാണ്, പരശുരാമ അവതാരം. പൂർണ്ണ മനുഷ്യൻ പരശുരാമൻ. പക്ഷെ പ്രശ്നം എന്താണ്? വിവേകമില്ല എന്നുള്ളതാണ്. ബോധം ശരിയായ രീതിയിൽ വരാത്ത മനുഷ്യൻ. അപ്പോ കുള്ളനായ മനുഷ്യനിൽ നിന്ന് പൂർണ്ണനായ ഒരു മനുഷ്യൻ. പൂർണ്ണനായ മനുഷ്യൻ പക്ഷെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമല്ല എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്? ആ ഒരു വിവേചനം നമുക്കിവിടെ പരശുരാമി പൂർണ്ണമായിട്ട് കാണാനില്ല. പരശുരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്തിട്ട് അയാളെ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. കാരണം പരശുരാമന്റെ പ്രവർത്തികൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ആ രാജാക്കന്മാരെ മുഴുവൻ കൊന്നെടുക്കാൻ നടക്കുന്ന ഒരു അവിവേകിയായ ആൾ, വിവേകം നഷ്ടപ്പെട്ട മുഴുവൻ രാജാക്കന്മാരെ ഞാൻ കൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് പരശുരാമനെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ നമുക്ക് വിവേകത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. വിവേകം നഷ്ടപ്പെട്ട ഒരാളെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുമില്ല. എന്താണ്? ആ ബുദ്ധി അതിന്റെ പൂർണ്ണമായ വികാസം പ്രാപിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ബുദ്ധിക്ക് പൂർണ്ണ വികാസം പ്രാപിക്കാത്തതാണ്, എന്നാൽ പൂർണ്ണ മനുഷ്യ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അതാണ് പരിണാമത്തിന്റെ തൊട്ടടുത്ത പരശുരാമാവതാരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. പരശുരാമാവതാരം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ശ്രീരാമാവതാരമാണ്. ശ്രീരാമാവതാരത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ബോധം പൂർണ്ണമായി വർക്ക് ചെയ്താണ്. പരശുരാമനിൽ ബോധത്തിന്റെ കുറവായിരുന്നുവെങ്കിൽ അതേ മനുഷ്യന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ശ്രീരാമൻ വരുന്നു. പക്ഷെ ശ്രീരാമൻ വന്നപ്പോൾ ബോധവാനായ ആളായിട്ട് മാറി, അല്ലെ? ധർമ്മത്തിന്റെ അധിപതി ആയിട്ട് മാറി. ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പൂർണ്ണ ബോധവാനായ വ്യക്തി. ആ തലച്ചോറ് പൂർണ്ണമായി വികാസം പ്രാപിച്ച ധർമ്മിഷ്ഠനായ മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ് തലച്ചോറിന്റെ വികാസം, പൂർണ്ണമായ വികാസം. ഇതാണ് നമുക്ക് അവിടേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ശ്രീരാമാവതാരം കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുമ്പോൾ ബലഭദ്രനാണ്. അപ്പൊ തലച്ചോറൊക്കെ പൂർണ്ണമായി വികാസം പ്രാപിച്ചു. അങ്ങനെ പ്രാപിച്ച ഒരാള് അത് ഉപയോഗപ്പെടുത്തുന്നതാണ് ബലഭദ്രന്റെ കാലഘട്ടം. കാരണം എന്താ? കാർഷിക വിപ്ലവം, കർഷകന്റെ ആളായിട്ടാണ്, കലപ്പയുമായിട്ട് നടക്കുന്ന ആളായിട്ടാണ് നമുക്ക് ബലഭദ്രനെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പൊ എന്താണ്? കലപ്പ കൃഷിയുടെ ചിഹ്നമാണ്, അതിന്റെ സിമ്പലായിട്ടാണ് നമുക്ക് കാണാൻ. അപ്പൊ കാർഷിക വിപ്ലവത്തിൻ്റെതായ ഒരു കാലഘട്ടം, വ്യവസായിക വിപ്ലവം അല്ലല്ലോ, കാർഷിക ആ കാലഘട്ടം ആയതുകൊണ്ട് കൃഷിയുടെ കാലഘട്ടമാണെന്ന് നമ്മൾ ആലോചിച്ചോളൂ ആ കാലഘട്ടം. അപ്പൊ എന്താണ്? ആ ബുദ്ധിയുടെ പൂർണ്ണമായ വികാസം വന്നതിന് ശേഷം മനുഷ്യൻ തൊട്ടടുത്ത ശേഷം ആ ബുദ്ധിയെ എന്താണ് പല രീതിയിൽ വികസിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് കാർഷിക വിപ്ലവം ആയിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ കാർഷിക വിപ്ലവത്തിൻ്റെതായ തൊട്ടടുത്ത ആ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നതായിട്ടുള്ള കാലഘട്ടത്തിലേക്ക് വരുന്നു. അതാണ് ബലരാമന്റെ കാലഘട്ടം. ബലരാമന്റെ കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാണുന്നത് ശ്രീകൃഷ്ണന്റെ കാലഘട്ടമാണ്. ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കാർഷിക വിപ്ലവത്തിന്റെ കാലഘട്ടമായി, അപ്പൊ ധനമായി, സമ്പത്ത്. ആ സമ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി. അതാണ് എന്ത്? ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് അടിപിടി കൂട്ടുന്ന കാലഘട്ടം. അപ്പോ സമ്പത്തുണ്ടായി, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി നടക്കുകയാണ്. നമുക്കറിയാം, പാണ്ഡവ കൗരവ ചേരികൾ തമ്മിലുള്ള യുദ്ധമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സമ്പത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം. അപ്പോ സമ്പത്ത് ത്യജിച്ച ആളാണ് ആര്? ശ്രീരാമൻ. ധർമ്മത്തിന് വേണ്ടിയിട്ട് സമ്പത്തിനെ ത്യജിച്ച ആളാണ്. ഇവിടെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മയുദ്ധം, സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ് പാണ്ഡവർ കൗരവർ യുദ്ധം ചെയ്യുന്നത്. പക്ഷെ ശ്രീകൃഷ്ണൻ ധർമ്മത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോ സമ്പത്തിന് വേണ്ടിയിട്ട് ധർമ്മയുദ്ധം, നേരത്തെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് ധർമ്മം. ഇതാണ് ശ്രീരാമന്റെ കാലഘട്ടം. ത്യജിക്കാൻ തയ്യാറായ കാലഘട്ടമായിരുന്നു
ഇവിടെ ത്യാഗം ഇല്ല ശ്രീകൃഷ്ണ കാലഘട്ടം വരുമ്പോൾ. പകരം എന്താണ്? നേടിയെടുക്കലാണ്. പക്ഷെ നേടിയെടുക്കുന്ന എങ്ങനെയാണ്? ധർമ്മമാർഗത്തിൽ നേടണം. അപ്പൊ ധർമ്മ അധർമ്മങ്ങളുടെ കാലഘട്ടമാണ് ശ്രീകൃഷ്ണന്റെ കാലഘട്ടം. പക്ഷെ അവിടെ ധർമ്മത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, പക്ഷെ ജനങ്ങൾ ആരുടെ ഭാഗത്താണ്? ധർമ്മത്തിന്റെ ഭാഗത്തായിരുന്നു. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത പരിണാമം. മനുഷ്യന്റെ പരിണാമത്തിലെ ആ പൂർണ്ണ വളർച്ചയെത്തി വ്യവസായിക വിപ്ലവമൊക്കെ ഉണ്ടായി, സമ്പത്തുണ്ടായി. അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഉണ്ടായി. സമ്പത്തിന് വേണ്ടിയിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ ദൈവിക ആസുരികമായ ശക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയുടെയും തിന്മയുടെയും ശക്തികൾ അവിടെ രൂപം കൊള്ളുന്നു. പക്ഷെ ബലം ആർക്കാണ്? നന്മയ്ക്ക് ബലമുള്ള ഒരു കാലഘട്ടം. അതാണ് നമുക്ക് ശ്രീകൃഷ്ണ കാലഘട്ടം. അതിനുശേഷം കൽക്കിയുടെ കാലഘട്ടമാണ്. നമ്മൾ ഇന്നൊക്കെ ജീവിക്കുന്ന കൽക്കി യുഗത്തിലാണെന്നാണ് പല പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ആധുനിക സന്യാസ ശ്രേഷ്ഠം പറയുന്നത് നമ്മൾ കൽക്കി യുഗത്തിലാണ് ജീവിക്കുന്നത്. കലിയുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ധർമ്മമില്ലാത്ത കാലഘട്ടം. കലിയാണ് നമുക്കെല്ലാം. ദേഷ്യമില്ല. ദേഷ്യം നമ്മളെ നയിക്കുന്ന, സ്വാർത്ഥത നയിക്കുന്ന കാലഘട്ടം. സ്വാർത്ഥന്മാരായി സ്വാർത്ഥതയിൽ നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. കലി. ഇന്ന് സമ്പത്തിന് വേണ്ടിയിട്ട് യുദ്ധം, ഏത് വിധേയയും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന യുഗമാണ് കലിയുഗം. അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതാണ് നമ്മളിന്ന് പത്രത്തിലും രാഷ്ട്രീയക്കാരെ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നമുക്ക് ഈ യുഗത്തിൽ കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. ഒരു നീതിയുമില്ല, ഒരു ന്യായവും ഇല്ലാത്ത കാലഘട്ടം. ഞാനും നിങ്ങളുമാകുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കാന്നുള്ളത് മാത്രമേ ഈ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശമുള്ളൂ. വേറൊരു ഉദ്ദേശവും അവർക്കില്ല. നമ്മളെ നന്നാക്കാന്നുള്ള ഒരു ഉദ്ദേശവും അവർക്കില്ല. ഭരിക്കുക, അത് എന്ത് ചെയ്യാനും തയ്യാറാണെന്നുള്ളത്. ഏത് വിധേനയായാലും കുഴപ്പമില്ല, ഭരണം. അതാണ് ആവശ്യം. എല്ലാവരുടെയും കേട്ടോ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ആരുടെ ആയാലും വിഷയമില്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ കലിയുഗത്തിന്റെ പ്രഭാവമാണ് ഇതിന്റെ കാരണം. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. മനുഷ്യന്റെ ചിന്ത ആ നിലയിലേക്ക് പോകുന്ന കാലഘട്ടം നാശത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി. തമ്മിലടിച്ച് കൊല്ലുക, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, എന്താണ് പണത്തിന് വേണ്ടിയിട്ട് എന്ത് നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുന്ന കൂട്ടം ആൾക്കാരുടെ ഒരു കാലഘട്ടം. ഇതിനിടയ്ക്ക് നല്ല മനുഷ്യരില്ല എന്നൊന്നുമല്ല പറയുന്നത്, നല്ലവരുണ്ട്. പക്ഷെ ഭരിക്കുന്നത്, ഈ ഭരണം ഇരിക്കുന്നത് നന്മയുടെ കയ്യിലല്ല എന്നാണ്. നന്മകളുടെ കയ്യിലല്ല ഇരിക്കുന്നത്, തിന്മകളുടെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ. അപ്പൊ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗവതം നോക്കിയാൽ കാണാൻ. കലിയുഗ വർണ്ണന നോക്കിയാൽ ഇന്നത്തെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഭാഗവതം ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ ഇൻട്രസ്റ്റ്, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും അവസാനം പോയിട്ട് കലിയുഗ വർണ്ണന എടുത്ത് വെച്ചിട്ട് വായിക്കുക. കലിയുഗ വർണ്ണന വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കലിയുഗത്തിൽ നടക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാത്തത് എന്തെങ്കിലും ഇന്ന് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ പറയുന്നില്ല, നിങ്ങൾ അത് പരിശോധിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ വിടുകയാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ കലിയുഗ വർണ്ണനയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സകലതും അവിടെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മുടെ പൂർവികർ എത്ര ദീർഘദർശികളാണെന്ന് ആലോചിച്ച് നോക്കൂ. ജലത്തിൽ നിന്ന് ഒരു സൃഷ്ടി ഉണ്ടാവുകയും അത് ജലത്തിൽ നിന്ന് വലിയ കരയിലേക്കും, കരയിൽ മാത്രമായിട്ട് ജീവിക്കുന്നത്, മനുഷ്യനും മൃഗവും, അല്ല മനുഷ്യന്റെ മൃഗവും ചേർന്ന്, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത പരിണാമദശയും, മനുഷ്യ പരിണാമദശ, മനുഷ്യന്റെ ഒരു പൂർണ്ണ രൂപം, പിന്നീട് മനുഷ്യന്റെ ബുദ്ധി പൂർണ്ണതയുടെ രൂപം, വ്യവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടം, സമ്പത്തിന്റെ കാലഘട്ടം, സമ്പത്തിന് വേണ്ടി അടിപിടി കൂട്ടുന്ന കാലഘട്ടം, സമ്പത്തിന് വേണ്ടിയിട്ട് എന്ത് നീചകൃത്യവും ചെയ്യുന്ന കാലഘട്ടം. ഈ രീതിയിൽ അതിനെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ അവിടെയല്ലേ നിൽക്കുന്നത് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിയെ കുറിച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് എവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും? ഭാഗവതത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഭാഗവത പുരാണത്തിൽ പറയുന്ന കാര്യമാണ്. ഇതാണ് വ്യാസൻ എഴുതിയിട്ടുള്ള, നമുക്ക് വ്യാസ ചരിത്രത്തിലൂടെ പോകുമ്പോൾ സൃഷ്ടിയുടെ ശാസ്ത്രം. സൃഷ്ടി ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു വെക്കുന്നു? വ്യാസൻ പറഞ്ഞു വെക്കുകയാണ് ഭാഗവതത്തിലൂടെ. ഈശ്വരൻ ആണ് അതിന്റെ അധിപൻ. ഈശ്വരൻ ഇന്ന രീതിയിലാണ് ആ സൃഷ്ടിക്കുന്നത്. ജലത്തിലൂടെ ഇങ്ങനെ ബാക്കി സൃഷ്ടികൾക്ക് ഒരു രൂപം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പുരാണത്തിനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നമുക്ക് ഈ സൃഷ്ടിയുടെ ശാസ്ത്രത്തെ കുറിച്ച് കാണാൻ പറ്റും. വേദങ്ങളിലും സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിലും ഈ സൃഷ്ടിയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ട്. അതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ ഒരു കഥ എടുത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സൃഷ്ടിയെ കുറിച്ചിട്ട് ദർശനങ്ങളിൽ നമുക്ക് ഇതേപോലെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അതേപോലെ ദർശനങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ യോഗ ശാസ്ത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഷഡ് ദർശനങ്ങളിൽ ഒരു ദർശനമാണ് യോഗശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. മറ്റു 5 ദർശനങ്ങൾ ഏതാണ്? സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവ്വമീമാംസ, വേദാന്തം അല്ലെങ്കിൽ ഉത്തരമീമാംസ. ഈ നിലയ്ക്ക് 6 ദർശനങ്ങളാണ്.
അതിൽ ഒരു ദർശനമാണ് സാംഖ്യ ദർശനം. ഈ സാംഖ്യ ദർശനം സൃഷ്ടിയെ കുറിച്ചിട്ട് പറയുന്ന ശാസ്ത്രമാണ്. സാംഖ്യ ദർശനം സൃഷ്ടിയെ കുറിച്ചിട്ട് പറയുന്ന ദർശനമാണ് എന്ത്? സാംഖ്യ ദർശനം. അപ്പൊ സാംഖ്യ ദർശനത്തിന്റെ ഫിലോസഫിയിൽ ഉറച്ചു നിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രമാണ് യോഗ ദർശനം. അപ്പോ സൃഷ്ടിയുടെ ശാസ്ത്രം പതഞ്ജലി മഹർഷിയും പറയുന്നത്, യോഗശാസ്ത്രവും പറയുന്നത് ഇതേ ഈ സാംഖ്യ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫിലോസഫി തന്നെയാണ് എന്ന് നമുക്കിത് മനസ്സിലാക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതില് സാംഖ്യ ദർശനത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നത് കപില മഹർഷിയാണ്. കപിലനാണ് ഇതിന്റെ ആചാര്യനായിട്ട് പറയുന്നത്. കപില മഹർഷിയാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സാംഖ്യം സൃഷ്ടിയുടെ ശാസ്ത്രമാണെങ്കിൽ യോഗം ലയത്തിന്റെ ശാസ്ത്രമാണ്. ഈ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. അപ്പൊ ഇവിടെ ആ ഒരു പിന്നെ ആ ഉത്പത്തിയുടെ ആരംഭം തുടങ്ങി ഇന്ന് കാണുന്ന ഈ പ്രകൃതി തത്വത്തിലേക്കാണ് നമ്മൾ എത്തി. ഞാനും നിങ്ങളുമാകുന്ന ഈ ചരാചരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതാണ് സൃഷ്ടിയുടെ ശാസ്ത്രമെങ്കിൽ, പതഞ്ജലി മഹർഷി ഈ സൃഷ്ടിയുടെ ശാസ്ത്രത്തിൽ നിന്ന് എങ്ങനെ ലയത്തിന്റെ ശാസ്ത്രത്തിലേക്ക് പോയി, ഈശ്വരനിലേക്കല്ല. ഈശ്വരനിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ തിരിച്ച് നമുക്ക് എങ്ങനെ ഈശ്വരനിലേക്ക് പോയെന്നാണ് യോഗം പറയുന്നത്. എങ്ങനെ ഈശ്വരനിലേക്ക് പോകാം എന്ന് യോഗം നമ്മളെ പഠിപ്പിക്കുമ്പോൾ സാംഖ്യൻ ഈശ്വരനിൽ നിന്ന് എങ്ങനെയാണ് എവിടെ ഈ സൃഷ്ടിയിലേക്ക് വന്നത് എന്നാണ് പ്രതിപാദിക്കുന്നത്. ഈശ്വരനിൽ നിന്ന് വന്നതെന്ന് എന്തായാലും ആര് സാംഖ്യൻ പറയുന്നില്ല. ഞാൻ ഈശ്വരനിൽ തുടങ്ങി പറഞ്ഞു എന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിൽ ഈശ്വരനുണ്ട്. ഈശ്വരനാണ് സകലത്തിന്റെ അധിപനായിട്ട് പതഞ്ജലി മഹർഷി കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനിൽ തുടങ്ങി ഈ പ്രകൃതിയിലേക്കുള്ള വർണ്ണനയായിട്ടാണ് സാംഖ്യത്തിൽ നിന്ന് യോഗത്തിനുള്ള ഒരേ ഒരു വ്യത്യാസം. അപ്പോ പിന്നെ കപിലൻ 24 തത്വങ്ങളിലൂടി സൃഷ്ടിയെ പ്രതിപാദിച്ചെങ്കിൽ പതഞ്ജലി മഹർഷി ആ 24 മുകളിൽ ഒരു തത്വം കൂടി പറഞ്ഞു വെച്ചു, ഈശ്വരൻ എന്ന തത്വം. ആ ഈശ്വരൻ എന്ന തത്വത്തിൽ തുടങ്ങിയിട്ട് ഈ സൃഷ്ടിയെ വ്യാഖ്യാനിച്ചപ്പോ അത് 25 പറയും. അപ്പോ കപില മഹർഷിയുടെ 24 തത്വങ്ങളും അതിന് മുകളിൽ ഈശ്വരൻ എന്ന ആ ഒരു ചൈതന്യ വിശേഷത്തെ കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് പതഞ്ജലി മഹർഷി 25 തത്വങ്ങളായിട്ടാണ് സൃഷ്ടിയെ പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ചിന്തിക്കുന്നത് കപിലൻ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ പതഞ്ജലി എന്തായാലും അതിന്റെ മുകളിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് പ്രകൃതിയിലേക്കുള്ള യാത്രയാണ് സാംഖ്യം എന്നുള്ളതിലേക്ക് നമുക്ക് കാണാം. എങ്കിൽ യോഗം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഈ പ്രകൃതിയിൽ നിന്ന് ഈശ്വരനിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ്. അതാണ് നമ്മുടെ യോഗശാസ്ത്രം. എങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് തിരിച്ച് ഈശ്വരനിലേക്ക്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കും എന്നാണ് യോഗ ദർശനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത്. അതാണ്. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതാണ് നമ്മുടെ യോഗ ദർശനം എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗം. എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് വിടുതൽ നേടി ഈശ്വരനിലേക്ക് എത്താം എന്ന ചിന്തയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തായാലും യോഗം ലയത്തിന്റെ ശാസ്ത്രമാണ്, സാംഖ്യം സൃഷ്ടിയുടെ ശാസ്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാംഖ്യശാസ്ത്രത്തിൽ ഇനി എന്താണ് ഈ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ വിഷയം എന്താണ്? സാംഖ്യത്തിൽ എന്താണ് സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പുരുഷനും പ്രകൃതിയും ചേർന്നിട്ടാണ് എന്ത് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സാംഖ്യ ഫിലോസഫി. പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി, പോസിറ്റീവ് എനർജി. പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു എനർജി, നെഗറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. സങ്കല്പം ചെയ്താണ് ഈ രണ്ട് എനർജികൾ തമ്മിൽ ചേരുമ്പോൾ പുതിയ ഒന്നുണ്ടാവും. ഇതാണ് ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാറ്ററിയുടെ നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളും എന്ന് പറയുന്നത്. ഈ രണ്ട് പോൾ ഉപയോഗിക്കുമ്പോഴാണ് എന്താ വൈദ്യുതി ഉണ്ടാവുക, അല്ലെ? ആ തന്മാത്രകളുടെ സ്വഭാവം മാറുന്നത് ഈ രണ്ട് പോളുകൾ കൂടി ഉപയോഗിക്കുമ്പോൾ. ഏതെങ്കിലും ഒരു പോള് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രകൃതി എന്നും പുരുഷൻ എന്ന് പറയുന്ന രണ്ട് എനർജികളാണ്. രണ്ട് എനർജികളാണ് എന്ത്? പ്രകൃതിയും ഒരു എനർജിയാണ്, പുരുഷനും ഒരു എനർജി തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ രണ്ട് എനർജികൾ, അതിനെ ഒന്ന് നമുക്ക് നെഗറ്റീവ് എന്നും ഒന്ന് പോസിറ്റീവ് എന്നും നമുക്ക് പറയാം. അതിൽ പുരുഷനെ പോസിറ്റീവ് എനർജി എന്നും അതേപോലെ തന്നെ പ്രകൃതി നെഗറ്റീവ് എനർജി എന്നുള്ള എനർജി നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പം ചെയ്താൽ ഈ രണ്ട് ഊർജങ്ങളാണ് എന്ത് സകല സൃഷ്ടിയുടെയും പിന്നിൽ എന്നുള്ളതാണ്. ഇവിടെ പുരുഷൻ എന്നാണ് ഈ എനർജിയെ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ എന്നുള്ള അർത്ഥത്തില്ല, പുരുഷൻ എന്നുള്ള പുരുഷൻ വെച്ചാൽ ആത്മാവ് എന്നുള്ള ഒരു അർത്ഥത്തിലെടുത്താൽ മതി. ആത്മാവ് ആണ് പുരുഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുരുഷനും പ്രകൃതിയും തമ്മിൽ ചേർന്നിട്ടാണ് സകല ചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സാംഖ്യ ഫിലോസഫിയിൽ പറയുന്നത്. ഇവിടെ ഈ പുരുഷനും പ്രകൃതിക്കും മുകളിലാണ് ഈശ്വരനെ പതഞ്ജലി മഹർഷി കൽപ്പിച്ചത്. അതാണ് ആകെയുള്ള ഒരു വ്യത്യാസം. ഈശ്വരനിൽ നിന്നാണ് ഈ പ്രകൃതിയും പുരുഷനും കൂടിച്ചേർന്ന് സൃഷ്ടി ഉണ്ടാവാനുള്ള കാരണം ഈശ്വരനാണ് എന്ന് പതഞ്ജലി പറഞ്ഞിരിക്കുന്നു. പക്ഷെ സാംഖ്യൻ പുരുഷനിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ആരംഭിക്കും. ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് തന്നെ സാംഖ്യത്തെ നിരീശ്വര സാംഖ്യം എന്ന് പറയാറുണ്ട്. കാരണം ഈശ്വരനെ കുറിച്ച് പറയാത്തത് കൊണ്ട്
സാങ്ക്യ ഫിലോസഫിയെ നിരീശ്വര സാങ്ക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കപിലൻ നിരീശ്വരനാണെന്നല്ല അർത്ഥം. കപിലൻ ഈശ്വരവാദി തന്നെയാണ്. കപിലനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, കാലഘട്ടത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ രീതിയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈശ്വര വിരോധിയാണെന്ന് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കപില മുനി ഒരിക്കലും ഈശ്വര വിരോധി അല്ല സത്യത്തിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫിലോസഫി എവിടെ? ഈ ഊർജം, പുരുഷനെന്നും പ്രകൃതി എന്നും പറയുന്ന രണ്ട് ഊർജ കേന്ദ്രങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി ആരംഭിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ നിരീശ്വര സാങ്ക്യം, ഈശ്വരനെ കുറിച്ച് പറയാത്തത് കൊണ്ട് ഈ ശാസ്ത്രത്തെ നിരീശ്വര സാങ്ക്യം എന്ന് പറയും. അദ്ദേഹം പറയുന്നത് പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, ഉള്ളതിന്റെ പരിണാമങ്ങളാണ് എല്ലാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, എല്ലാം ഉള്ളതിന്റെ തന്നെ പരിണാമമാണ്. ഇതാണ് സാങ്ക്യന്റെ വാദം. ഈ വാദം നമുക്ക് അതിന്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കാൻ പ്രയാസം. കാരണം എന്താ? പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊന്നും പുതുതല്ല, ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നതാണെന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനും നിങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോ വീണ്ടും പരിണമിച്ച് ഇങ്ങനെ ആയിരിക്കുന്നതാണ്. നാളെ ഇതില്ലാണ്ടായി, ഇത് പരിണമിച്ചിട്ട് ഇത് വേറെ വല്ലതൊക്കെ ആകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, പരിണാമം മാത്രമേ നടക്കുന്നുള്ളൂ, മാറ്റം മാത്രമാണ് നടക്കുന്നത്, മാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ, ഒന്നും പുതുതായിട്ടുണ്ടാകുന്നില്ല. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് പിന്നീട് ചിന്തിക്കാൻ കഴിയും. ഇതാണ് സാങ്ക്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല, എല്ലാത്തിന്റെയും ഉള്ളതിന്റെ രൂപപരിണാമങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സാങ്ക്യത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹം പറയുന്നു, പുരുഷനാകുന്ന ഈശ്വരനിൽ ഉണ്ടായി മറയുന്ന പ്രതിഭാസങ്ങളാണ് പ്രപഞ്ചം. പുരുഷനാകുന്ന ഈശ്വരനിൽ, അദ്ദേഹം ഈ ഈശ്വരൻ എന്നൊന്നുണ്ടെങ്കിൽ അത് പുരുഷനാണ് എന്ന് സങ്കല്പിച്ചാൽ മതി എന്നാണ്. ഇങ്ങനെ പുരുഷനാകുന്ന ഈശ്വരൻ എന്നാണ് പറയുന്നത്. അപ്പൊ പുരുഷനാണ് ഈശ്വരൻ എന്ന് പറയാം. അല്ലെ, ഈശ്വരൻ എന്നൊന്നില്ല, ഇനി ഉണ്ടെങ്കിൽ അത് പുരുഷനാണ് എന്നാണ്. അങ്ങനെ പുരുഷനാകുന്ന ഈശ്വരനിൽ ഉണ്ടായി മറയുന്ന പ്രതിഭാസങ്ങളാണ് എന്ത്? പ്രപഞ്ചം. ആ പുരുഷനാകുന്ന ഈശ്വരനിൽ ഉണ്ടായി മറയുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ്. ആ പ്രതിഭാസങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആ പ്രതിഭാസങ്ങളെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് സ്വതന്ത്രൻ അഥവാ ശുദ്ധബോധം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതന്ത്രനാണ്, അത് ശുദ്ധബോധമാണ്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മാറ്റത്തിന് വിധേയമാണ്, ജഡമാണ്, അത് മാറ്റത്തിന് വിധേയമാണ്. പ്രകൃതി ജഡമാണ്, പുരുഷൻ സ്വതന്ത്രനുമാണ്, ശുദ്ധബോധവുമാണ്, ഊർജമാണ്, ശുദ്ധബോധമാണ്. പ്രകൃതിയോ അത് ജഡമാണ്, അതേപോലെ തന്നെ എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്. പുരുഷൻ മാറ്റങ്ങൾക്ക് വിധേയമല്ല, പക്ഷെ പ്രകൃതി മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്ന്, മാറ്റത്തിന് വിധേയമാകാത്ത. അപ്പൊ മാറ്റത്തിന് വിധേയമാകാത്ത ഊർജം, മാറ്റത്തിന് വിധേയമാകുന്ന ഊർജം, രണ്ട് തരത്തിൽ വന്നു. അപ്പൊ ഈ ഊർജം ചേരുമ്പോൾ മാറ്റത്തിന് വിധേയമായിരുന്നത് എന്താണ്? അപ്പൊ പുരുഷ സാന്നിധ്യത്തിൽ മാറ്റം ഉണ്ടാകുന്ന എനർജി മാറ്റത്തിന് വിധേയമായി പുതുതായി പരിണമിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ സാമാന്യമായ ഒരു തത്വം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോ പുരുഷനുമായുള്ള ബന്ധത്തിൽ മൂലപ്രകൃതി മാറ്റത്തിന് വിധേയമാകുന്നു, അതാണ് പ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നത്. പുരുഷനുമായിട്ടുള്ള ബന്ധത്തിൽ മൂലപ്രകൃതിക്ക് മാറ്റം ഉണ്ടാകുന്നു. പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്, രണ്ട് പദാർത്ഥങ്ങളാണുള്ളത്. അതിൽ പുരുഷൻ പ്രകൃതിയുമായിട്ട് ചേരുമ്പോൾ പ്രകൃതിക്ക് മാറ്റം സംഭവിക്കുന്നു. പുരുഷനുമായിട്ടുള്ള ബന്ധത്തിലൂടെ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേരാണ് പരിണാമം, മാറ്റം അഥവാ പരിണാമം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രകൃതി മാറ്റത്തിന് വിധേയമാവുകയും അത് വീണ്ടും പരിണമിച്ച് മൂലപ്രകൃതിയായിട്ട് വീണ്ടും രൂപപ്പെടുകയും ചെയ്യും. ഇതാണ് അവിടെ പറയുന്നത്. അപ്പൊ പുരുഷനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രകൃതിക്ക് പരിണാമം ഉണ്ടായി പ്രപഞ്ചമായിട്ട് മാറുകയും ഈ പ്രപഞ്ചം കാലക്രമേണ വീണ്ടും അത് പരിണമിച്ചിട്ട് വീണ്ടും അത് മൂലപ്രകൃതിയായിട്ട് മാറും. ഇങ്ങനെ ഒരു സൈക്കിളാണ് ഉണ്ടാവുന്നത്. മൂലപ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാവുന്നു, ഈ കാണായ പ്രകൃതി പരിണമിച്ച് വീണ്ടും മൂലപ്രകൃതിയാവും. ഈ ഒരു സൈക്കിളാണ്. അതുകൊണ്ടാണ് പുതുതായിട്ടൊന്നും ഉണ്ടാവില്ല, പരിണാമം മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നു, സ്ഥൂലത്തിൽ നിന്ന് വീണ്ടും സൂക്ഷ്മത്തിലേക്ക് പോകും. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, ഞാൻ എന്ന് പറയുന്ന സ്ഥൂലമാണ് അല്ലെ. ഞാൻ എന്ന് പറയുന്നത് ഞാൻ ആത്മാവ് ശരീരം സ്വീകരിച്ചു. എന്താണ്? സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നു. ഈ ശരീരം ആത്മാവ് ഉപേക്ഷിച്ചു. അപ്പൊ വീണ്ടും എന്താ? ഈ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയി. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? മരിച്ചുപോയി, ചത്തുപോയി ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. പക്ഷെ അത് സൂക്ഷ്മത്തെയാണ്, നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയത്. സൂക്ഷ്മം എന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നു, നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് വന്നു. അപ്പൊ അതിനെ സൃഷ്ടി.
സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നതിനെ നമ്മൾ സൃഷ്ടി എന്ന് പറഞ്ഞു. ഞാൻ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? മരണം എന്ന് പറഞ്ഞു. അല്ലേ? സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നതിനെ നമ്മൾ ജനനമെന്നും, ഞാൻ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയതിനെ നമ്മൾ മരണം എന്ന് പറഞ്ഞു. അപ്പൊ സൂക്ഷ്മവും ഇവിടെയുണ്ട്, സ്ഥൂലവും ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിൽ എന്താണ്? രൂപമാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സൂക്ഷ്മ സ്ഥൂലത്തിലേക്ക് വന്നപ്പോൾ അതിനൊരു രൂപം ഉണ്ടായി, ആ രൂപത്തിന് ഒരു നാമവും ഉണ്ടായി. നാമരൂപങ്ങൾ അല്ലെ? സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വന്നപ്പോൾ സ്ഥൂലത്തിന് എന്തുണ്ടായി? ഒരു രൂപവും നാമവും. ഇത്രയും സംഭവത്തിൽ വേറെ ഒന്നുമില്ല. ഞാൻ ഈ സ്ഥൂലത്തിൽ നിന്ന് ഈ സൂക്ഷ്മം പോയപ്പോഴോ ഈ സ്ഥൂലം എന്തായി? ഇല്ലാണ്ടായി. സ്ഥൂലം ഇല്ലാണ്ട് ചത്തു കഴിഞ്ഞാൽ ശരീരം ഇല്ലാണ്ടാവും. പിന്നെ ശരീരം ഉണ്ടോ? ശരീരം കുറച്ചു നാൾ കഴിഞ്ഞാൽ എന്തായി? ഇല്ലാണ്ടായി തീരും അല്ലെ? ശരീരം ഇല്ലാണ്ടാവും. ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ സൂക്ഷ്മം എന്തായി? ആത്മാവായിട്ട് മാറി ഈ പ്രകൃതിയിൽ തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കപില സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സാങ്കേതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഈ മൂലപ്രകൃതി പ്രകൃതിയായി പരിണമിക്കുന്നത് 24 തത്വങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് ഇവിടെ കപിലൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മൂലപ്രകൃതി, നമ്മൾ ഈ പറഞ്ഞ മൂലപ്രകൃതി, പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മൂലപ്രകൃതി പരിണമിച്ച് ഈ കാണായ പ്രകൃതിയായിട്ട് മാറും. നമ്മുടെ ഈ കാണായ പ്രകൃതിയായിട്ട് മാറാൻ 24 തത്വങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്, ആദ്യം ഇന്നത്, പിന്നിന്നത്, പിന്നിന്നത്, പിന്നെ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കാണാൻ ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് 24 ആയിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത്. 24 ഘടകങ്ങൾ അദ്ദേഹം പറയുന്നു, സംഖ്യാത്മകമായിട്ട് പറയുന്നു. ഒന്നാമത്തെ പാട്ട്, രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തെ പാട്ട്, നാലാമത്തെ പാട്ട്, ഇങ്ങനെ പരിണാമത്തെ 24 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. പരിണാമത്തെ 24 ആയിട്ട് തിരിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോ മൂലപ്രകൃതി എന്താണ്? ഈ പ്രകൃതിയായിട്ട് പരിണമിച്ചിരിക്കുന്നതിനെ കപില മഹർഷി 24 തത്വങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 24 തത്വം, ഈ 24 എന്നുള്ളത് സംഖ്യാത്മകമായതുകൊണ്ട് അതിനെ സാഖ്യം എന്ന് പറയുന്നു. സാഖ്യത്തിന്റെ ഒരു അർത്ഥമാണിത്. ഇത് 24 എന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, 24 എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ്, 24 തത്വങ്ങളായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ 24 എന്നുള്ളത് സംഖ്യാത്മകമായതുകൊണ്ട് സാഖ്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ 24 തത്വങ്ങളും ജ്ഞാനം ആയതിനാൽ ഇതിന് ഈ സാഖ്യത്തിന് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. ഈ 24 തത്വങ്ങൾ ജ്ഞാനത്തിന്റെ മാർഗമാണ്, ജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജ്ഞാനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. അല്ലാതെ ഇപ്പോ ജ്ഞാനം കുറഞ്ഞവൻ അല്ലെങ്കിൽ നമുക്ക് കുറെ ചിന്തിക്കാൻ, ആ ചിന്തയുടെ വ്യത്യാസം അനുസരിച്ച് ഇതിനെ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ജ്ഞാനത്തിന്റെ ഉന്നത തലത്തിലുള്ള ഒരാൾക്ക് വളരെ അനായാസമായിട്ട് മനസ്സിലാക്കാൻ, ജ്ഞാനം തീരെ കുറവുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതുമായ ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഇത് ജ്ഞാനമാർഗമാണ്. അങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു തത്വചിന്തയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതുകൊണ്ട് സാഖ്യത്തെ പൊതുവെ ജ്ഞാനയോഗം അല്ലെങ്കിൽ ജ്ഞാനമാർഗം എന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സാഖ്യത്തിന് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. ഇവിടെ ബുദ്ധി, വിവേകം, യുക്തി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. യുക്തിയും വിവേകവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ജ്ഞാനം എന്ന് പറയുന്നത്. സം പ്ലസ് ഖ്യാതി, സാഖ്യം, അതാണ് അതിന്റെ മറ്റൊരു നിർവചനം. സം എന്ന വാക്കും ഖ്യാതി എന്നുള്ളത്, സം ഖ്യാതി ഇതി സംഖ്യ എന്നുള്ളതാണ്. സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സം ഖ്യാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേക ഖ്യാതി എന്ന് വെച്ചാൽ പൂർണ്ണ അർത്ഥം. സംഖ്യാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേക ജ്ഞാനം എന്ന ഒരു അർത്ഥം അതിനുണ്ട്. പിന്നെ സംഖ്യ എന്നും ഖ്യാതി മീൻസ് വിവേകജ്ഞാനം. വിവേകജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. സാഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകജ്ഞാനം. അപ്പൊ അതുകൊണ്ട് അതിനെ സാഖ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാം. സമ്യഖ്യായത ഇതി സാഖ്യ എന്നും പറയുന്നുണ്ട്. സമ്യഖ്യായത ഇതി സാഖ്യ. സമ്യഖ്യായത എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിയും വിവേകവും അതേപോലെ തന്നെ എന്താണ് തത്വവും ഇതെല്ലാം ചേർന്ന് യുക്തിയുക്തവും വിവേകപൂർണവുമായ ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് യുക്തിയുക്തവും വിവേകപൂർണവുമായ ശാസ്ത്രം എന്ന നിലയ്ക്ക് ഇതിനെ സമ്യഖ്യായതേ ഇതി സംഖ്യ എന്നുള്ള അർത്ഥത്തിൽ ആ സംഖ്യത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതായിട്ട് ഇതൊക്കെയാണ് സാഖ്യം എന്ന് പറയുന്ന വാക്കിന്റേക്ക് അതിന്റെ ആ വാക്കിന്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് സാഖ്യത്തെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാത്തിന്റെയും മൂല കാരണം പ്രകൃതി ആണ് എന്ന് ആണ്. എല്ലാത്തിന്റെയും മൂല കാരണം ആരാണ്? അത്
പ്രകൃതിയാണെന്ന് മനസ്സിലാക്കി എല്ലാവിധ പ്രാപഞ്ചിക ദുഃഖങ്ങളെയും തരണം ചെയ്യണം എന്നാണ് സാഖ്യശാസ്ത്രങ്ങൾ സാഖ്യശാസ്ത്രം. സകലതിന്റെയും കാരണം ഇക്കാണായ പ്രകൃതിയാണ്. അതുകൊണ്ട് എന്ത് വേണം? എല്ലാ ദുഃഖങ്ങൾക്കും, പ്രാപഞ്ചിക ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? ഈ പ്രകൃതിയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കണം. എങ്ങനെ അതിൽ നിന്ന് അകന്നു നിൽക്കാം എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി തന്നെയാണല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ഈ പ്രകൃതിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്? നമുക്ക് ബന്ധനം ഉണ്ടായിരിക്കുന്നത്. മോഹം, എല്ലാ മോഹത്തിന്റെയും കാരണം അതാണ്. എല്ലാ ദുഃഖത്തിന്റെയും കാരണം ഈ മോഹങ്ങളുമാണ്. മോഹങ്ങളാണ് എല്ലാ ദുഃഖത്തിന്റെയും കാരണം. ദുഃഖത്തിന്റെ കാരണം മോഹമാണ്, മോഹത്തിന്റെ കാരണം ഈ പ്രകൃതിയുമാണ്, അല്ലെ? അതുകൊണ്ട് സകല ദുഃഖങ്ങളുടെയും, പ്രാപഞ്ചിക ദുഃഖങ്ങളുടെയും കാരണം എന്താണ്? ഈ പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് തന്നെയാണ് സാഖ്യർ പറയുന്നത്. അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കാം, അതിനുള്ള പരിശീലനമാണ് യോഗശാസ്ത്രം പറയുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് അകന്നു നിൽക്കുക, അതിനുള്ള ടെക്നിക്സ് എന്താണ് എന്ന് പതഞ്ജലി മഹർഷി പറയും. ഈ ദുഃഖ കാരണം ഇതാണ് എന്ന് സാഖ്യന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് സാഖ്യന്റെയും ലക്ഷ്യം. ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് സാഖ്യ ഫിലോസഫി പറയുന്നത്. ദുഃഖത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹം പറയുന്നത്, ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദുഃഖങ്ങളാണ്. അതിന് താപത്രയങ്ങൾ എന്നാണ്. 3 രീതിയിലുള്ള ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. ആ ദുഃഖങ്ങളെ പറയുന്ന താപത്രയങ്ങൾ, ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. 3 രീതിയിലുള്ള ദുഃഖമാണ് നമുക്കുള്ളത്. അതിൽ ആദിദൈവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ച ശക്തികളിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പൊ ഇടിവെട്ടുക, മഴ ഉണ്ടാവുക, പിന്നെ എന്താ പറയുക, പ്രളയം ഉണ്ടാവുക, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇത് ആദിദൈവികമായത്. ഞാൻ ആദിഭൗതികമായത് പട്ടി കടിച്ച് ഓടിച്ചിട്ട്, അല്ലെ പാമ്പ് കടിച്ചു, അല്ലെ ഒരു വണ്ടി റോഡിൽ കൂടി പോയപ്പോൾ ഒരു വണ്ടി നമ്മുടെ മണ്ടക്കോട്ട് വന്ന് കയറി. നമ്മുടെ റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്, റോഡിൽ കൂടി പോയ വണ്ടി നിയന്ത്രണം വിട്ട് നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കയറി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആദി ഭൗതികമായത്. ദെൻ ആധ്യാത്മികമായത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്നത്, നമ്മുടെ തെറ്റായ ജീവിത ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, അതാണ് അതിനകത്തിലൊന്ന്. രണ്ടെന്താണ്? നമ്മുടെ സമ്മർദ്ദത്തിൽ നിന്നുണ്ടാകുന്നത്. അതിനെ ആദിജ അനാദിജ വ്യാധികൾ. അപ്പൊ ആധ്യാത്മിക ദുഃഖത്തെ രണ്ടായിട്ട് പറയാം. ഒന്ന് ആദിജ വ്യാധികളും ഒന്ന് അനാദിജ വ്യാധികളും. ആദിജ വ്യാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ്. അനാദിജ വ്യാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ. ഇങ്ങനെ നമുക്ക് പറയാം രണ്ടായിട്ട്. അപ്പൊ നോക്കൂ, രോഗം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രം. എങ്ങനെയാ? രോഗത്തിൽ നിന്നാണല്ലോ ദുഃഖം ഉണ്ടാവുന്നത്. ദുഃഖം രോഗവും തമ്മിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നോക്കൂ, ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ദുഃഖം ഇങ്ങനെയൊക്കെ വരാം. ഇത് പ്രകൃതിയിൽ നിന്ന് നമുക്കുണ്ടാവാം ദുഃഖങ്ങൾ, മറ്റ് ജീവികളിൽ നിന്ന് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സമ്മർദ്ദങ്ങളിലൂടെ നമുക്ക് ദുഃഖം ഉണ്ടാവാം. ദെൻ പകർച്ചവ്യാധികളിലൂടെ നമുക്ക് ദുഃഖം ഉണ്ടാവാം. ഇത് ഇത്രയും വലിയൊരു ശാസ്ത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നിന്നൊക്കെ മുക്തി ഈ പറയുന്ന സാഖ്യ ശാസ്ത്രത്തിലൂടെ കിട്ടും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ് സാഖ്യശാസ്ത്രത്തിന്റെ ഫിലോസഫിയുടെയും അടിസ്ഥാനം. എന്ന് പറയുന്നത് ദുഃഖ നിവർത്തി പുരുഷാർത്ഥങ്ങളിലൂടെ നേടാമെന്നാണ്. പുരുഷാർത്ഥങ്ങളിലൂടെ നമുക്ക് എന്താണ് ദുഃഖ നിവർത്തി? പുരുഷാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് പുരുഷാർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളതാണ് പുരുഷാർത്ഥം. ഈ പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്ത് വേണം? ഈ 24 തത്വങ്ങളെ അറിയുന്ന ഒരാൾക്കാണ് ഈ പുരുഷാർത്ഥം ഉണ്ടാകുക എന്നുള്ളതാണ് സാഖ്യ ഫിലോസഫിയുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്